ഉഷസന്ധ്യ, പ്രാതസന്ധ്യ, ത്രിസന്ധ്യ. ത്രിസന്ധ്യയോടെയാണ് നമ്മുടെ ചികിത്സകളെല്ലാം ആരംഭിക്കുന്നത്. മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞാൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ഞാൻ പ്രതാപന്റെ മുറിയിൽ പ്രവേശിക്കും. ചികിത്സയും തുടങ്ങും. ഞാൻ അവിടെ പൂജയും ചികിത്സയും തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ഹാളിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ മുന്നിലിരിക്കുന്ന മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, മനസ്സുരുകി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളിലാണ് പ്രതാപന്റെ ജീവൻ നിലനിൽക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് ചികിത്സ നീങ്ങുന്നത്. ധാര, ഉഴിച്ചിൽ, നാഡീ ചികിത്സ, മർമ്മ ചികിത്സ, കർമ്മ ചികിത്സ, ഒടുവിൽ ധൂമ ചികിത്സ. അത്യന്തം അപകടകരമായ ചികിത്സയാണ് ഈ ധൂമ ചികിത്സ. ധൂമ ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും പറയുന്ന ഒരു ചികിത്സാ മാർഗമാണ്. ഔഷധ സസ്യങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന ഔഷധധൂമം, മെഡിക്കേറ്റഡ് സ്മോക്ക് ശ്വസിപ്പിക്കുന്ന രീതിയാണ് ഈ ചികിത്സ. പച്ച, ഹരിതകി, ഗുഗുലു, കർപ്പൂരം, സാമ്പ്രാണി, കുറുന്തോട്ടി, ആടലോടകം, നിലപ്പന ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ ഉണക്കിപ്പൊടിച്ച് മൺപാത്രങ്ങളിൽ വെച്ച് കത്തിച്ച് പുകയുണ്ടാക്കും. ചികിത്സ നടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം മഹാമൃത്യുഞ്ജയ മന്ത്രമാണ്. അത് ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം. ഇതാണ് ആ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമോക്ഷിയ മാമൃതാത്. മരണബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം. അപ്പൊ ത്രിസന്ധിയോടെ നമുക്ക് ഈ പൂജ തുടങ്ങാം.